പണ്ട് ഞാനൊരു കേൾക്കുന്നു ഇങ്ങനെ ടി വി ഉള്ള ടി വി കണ്ടാ നരകത്തിൽ പോകുന്നാരും പറഞ്ഞിട്ടില്ല. ടിവിയുടെ ഉള്ളിൽ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഷ്കർ മൽബാർ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. ഉസ്താദിന് എന്തോന്ന് പറയാണ്ട് ഒന്ന് കേട്ടോക്കൂ. ആദ്യം ഉസ്താദ് എന്തോന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ചില കമന്റ് ഉണ്ട്, അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ഏത് ടെസ്റ്റ് ചെയ്യുന്നതാ? ഇത് ടെസ്റ്റ് ചെയ്യുന്നതാ? ഇത് സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനമല്ലല്ലോ. മൂത്രം സാധാരണ ലാബിൽ കൊടുത്ത ടെസ്റ്റ് ചെയ്യൽ. സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഇത് ചെക്ക് ചെയ്യുന്നത് ഹറാമോ? പക്ഷെ ഈ സാധനം സോഷ്യൽ മീഡിയയിലല്ലല്ലോ ചെക്ക് ചെയ്യേണ്ടത്, ആണോ? ഉസ്താദ് എന്തോന്ന് പറയുന്നുണ്ട്, ഉസ്താദിന് എന്താ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇത് സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനമല്ലല്ലോ. മൂത്രം സാധാരണ ലാബിൽ കൊടുത്ത ടെസ്റ്റ് ചെയ്യൽ. സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. കണ്ടോ ഉസ്താദ് പറഞ്ഞത്? ഇത് ലാബിൽ കൊടുത്ത് ചെക്ക് ചെയ്യുന്ന സാധനമാണ്. ഇത് യൂട്യൂബില് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടല്ല ഈ സാധനം ചെക്ക് ചെയ്യാന്ന്. കറക്റ്റ് അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാനും ഇപ്പൊ കേൾക്കുക, ഞങ്ങളും ഇപ്പൊ കേൾക്കാണ് ഈ ഒരു സംഭവം. കഷ്ടം. സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്യുന്നത് ഹറാമാണോ ഹലാലോ എന്നുള്ളതല്ല വിഷയം. കല്യാണം കഴിച്ച് ഭാര്യാഭർത്താക്കന്മാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സന്താനങ്ങൾ ഉണ്ടാവല്, പ്രഗ്നന്റ് ആവല്, പ്രഗ്നൻസി ഉണ്ടാവല്, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇത് ഞങ്ങളാരും സോഷ്യൽ മീഡിയ കൊടുത്തിട്ട് നാട്ടുകാരെ പ്രദർശിപ്പിച്ചിട്ട് ഇത് വിറ്റ് കാശാക്കിയിട്ട് ജീവിക്കുന്നില്ല. ഇവ പൊട്ടനാണോ എന്നുള്ളതാണ് എനിക്കിപ്പോ സംശയം. കുറച്ചിരി വിവരം ഉണ്ട് എന്നാ കണക്കാക്കിയിരുന്നത്, പക്ഷെ തനി ഊളയാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. അത് ആദ്യമായിട്ടുള്ള പ്രസവം എന്നല്ലല്ലോ. ആ സ്ത്രീക്ക് ഇതിന്റെ മുമ്പ് 2 കൊച്ചുങ്ങൾ, 2 പെൺകുട്ടികളുണ്ട്. ഐറ്റങ്ങളെ കാര്യം സ്വാഹ. അവറ്റങ്ങൾ കണ്ടിട്ട് ഐറ്റങ്ങളെ മാനം കിടന്നുണ്ടാവും സമൂഹത്തിന്റെ മുമ്പിൽ. ഈ ഉമ്മ ഈ പ്രായമായിട്ട് ഇപ്പോഴും ഈ കോമാളിത്തരം കാണിച്ച് നടക്കുന്നത്, ഒന്നിനാത്രം പോകുന്ന മക്കളുണ്ടാവുന്ന സമയത്ത് ഉമ്മ എപ്പോഴും വല്ല ഹണിമൂൺ ആഘോഷിക്കുന്ന മാതിരി ഈ ചെറുപ്പം പയ്യന്റെ കൂടെ നിന്നിട്ട് കഷ്ടം. നാണക്കടാവുന്നു, പറയാൻ തന്നെ മടിയാവുന്നു. എനിക്ക് പറയാനുള്ള പറഞ്ഞു കേട്ടോ. ഇനി ഉസ്താദ് എന്താ പറയുന്നുണ്ട്, ഉസ്താദ് പറയുന്നത് കൂടെ നമുക്കൊന്ന് കേൾക്കാം. സോഷ്യൽ മീഡിയ ടെസ്റ്റ് ചെയ്യുന്നത് ഇത് ചില 1-2 കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഭയങ്കര ഹറാമായിട്ടുള്ള കാര്യമാണ്. അത് മൂത്രം, ഭാര്യയുടെ മൂത്രം ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് നാട്ടുകാരെ മൊത്തം കാണിച്ചപ്പോ ആരെങ്കിലും ഹറാമാണെന്ന് പറഞ്ഞതാണ്. അത് കാര്യമാക്കേണ്ടത്. നമ്മളെപ്പോൾ ആധുനിക മനുഷ്യന്മാരുണ്ടല്ലോ, ഇതൊക്കെയല്ലേ നമ്മുടെ ആധുനികതയുടെ അടയാളങ്ങൾ. നമ്മൾ പുരോഗതി പ്രാപിച്ച മനുഷ്യരല്ലേ. അത് 6-ാം നൂറ്റാണ്ടിൽ ആരുണ്ടാക്കുക എന്തൊക്കെ പറയും. നമ്മളത് കാര്യമാക്കണ്ട. വർത്തമാന കാലഘട്ടത്തിൽ പുരോഗതിയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ മൂത്രം അത് കൃത്യമായി എടുത്ത് പ്രഗ്നൻസി കാർഡ് വെക്കുക. 2 വരെ വീണോ അല്ലെങ്കിൽ 1 വരെയാണോ എന്നൊക്കെ നമ്മൾ നാട്ടുകാരെ കാണിക്കുക. അതുപോലെ തന്നെ ഭാര്യ പുട്ടുണ്ടാക്കുമ്പോഴും പുട്ടുകൂടത്തിൽ തള്ളി ഇങ്ങനെ അങ്ങോട്ട് കയറ്റുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുക. വിവിധ ഭാഗത്തുനിന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് ഭാര്യനെ കാണിക്കുക. ചോറെടുത്ത് അണ്ണാക്കിൽ വെച്ച് തിരികെ കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യും. ഇതൊക്കെ ആധുനിക പുരോഗതിയുള്ള മനുഷ്യന്മാരുടെ അടയാളങ്ങൾ. അതിന്റെ താഴേക്ക് ആരെങ്കിലും അത് ഹറാമാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആധുനിക പുരോഗതിയുള്ള മനുഷ്യന്മാരുടെ കാട്ടിക്കൂട്ടലുകളാണ്. ഇങ്ങനെ സകല ആളുകളെ കൊണ്ടും പറയിപ്പിച്ചിട്ട് നാണം കെട്ട് കോശാണ്ടായിട്ട് സോഷ്യൽ മീഡിയയിൽ പോകണം. നിങ്ങളെ സമയത്തോളം ഇപ്പൊ നിങ്ങൾക്ക് ഏത് വിധേനയും സമ്പത്ത് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, അത് യൂട്യൂബിന്റെ വരുമാനം കൂടുതലാക്കുക, മറ്റുള്ളവരെ കവിച്ചു വെച്ച് മുന്നോട്ട് പോവുക. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് വേറെയും പോകാനുണ്ട് കേട്ടോ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞ 2 പേരുടെയും? ഷെമി, ഷെഫിയോ അല്ലേ? നന്നായി, എന്തായാലും സന്തോഷായി. നല്ല പേരാ. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക്. നിങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ ഒന്ന് പൊങ്കാലിടാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവാം. ആരെന്ത് പൊങ്കാലിട്ടാലും ഇവിടെ ഒരു പ്രശ്നമില്ല. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നേ ചെയ്യും, അതിലൊരു സംശയമില്ല. ബാക്കി കൂടെ കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പണ്ട് ഞാനൊരു കേൾക്കുന്നു ഇങ്ങനെ ടി വി ഉള്ള ടി വി കണ്ടാ നരകത്തിൽ പോകുന്നാരും പറഞ്ഞിട്ടില്ല. ടിവിയുടെ ഉള്ളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്ന തോന്നിവാസങ്ങൾ കണ്ടാ നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ടാവും. പതുക്കെ തള്ളി വിടറേ, ഞങ്ങൾ ഈ കാലമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ. അതല്ല, ടി വി ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് കേറൂല എന്നൊക്കെ ഞാന് കേൾക്കലുണ്ടായിരുന്നു. പക്ഷെ ആ ബാഗ് ഞാൻ കേട്ടത് ഒരു ടി വിന്നാ. ഫ്രഷ് സാധനം. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ ആരും അതിനകത്ത് ഇടപെടാറില്ല, ഒരഭിപ്രായം പറയാറുമില്ല. ആരെങ്കിലുമൊക്കെ നരമ്പ് രോഗികൾ വന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും പറയുന്നതിന് അത് മൊത്തവൽക്കരിച്ചുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിയാക്കന്മാരെയും താറടിച്ച് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്.
പഴയ കാലത്ത് ടി വി ഉള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്കറങ്ങൂല, അല്ലെങ്കിൽ ടി വി കാണൽ ഹറാമാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? ഇതൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. അവനവൻ ചെയ്യുന്ന തോന്നിവാസങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അതിന് മറുവശം കാണുക എന്ന ഏർപ്പാടാണിത്. അതൊരു കുതന്ത്രം മാത്രമാണ്. പഴയ കാലത്ത് നമ്മൾ ടി വി കാണുന്ന സമയത്ത് നമുക്ക് ചോയ്സ് ഇല്ല. സംപ്രേഷണം ചെയ്യപ്പെടുന്ന സാധനം മാത്രം കാണാൻ നമുക്ക് നിർവാഹമുള്ളൂ. ഇന്ന് അങ്ങനല്ല, ചോയ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കാണാം, അതുപോലെ ലോകസഞ്ചാരികളുടെ വ്ളോഗുകൾ കാണാം, പ്രഭാഷണങ്ങൾ കേൾക്കാം, നല്ല നല്ല ആക്ടിവിറ്റീസുകൾ കാണാം, വിവിധ രാജ്യങ്ങളുടെ അവിടെ താമസിക്കുന്ന മനുഷ്യന്മാരുടെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ചൊക്കെയുള്ള വ്ളോഗുകളൊക്കെ നമുക്ക് കാണാം. ഇന്ന് നമുക്കതിനുള്ള ചോയ്സ് ഉണ്ട്. ഒരു ചാനലിൽ മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് കാണാനുള്ള ചോയ്സ് ഉണ്ട്. പഴയകാലത്ത് അങ്ങനല്ല. ഒന്നിലേക്ക് ടി വി ഓഫാക്കി പോകണം, അല്ലെങ്കിൽ അവിടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന സിനിമ എങ്കിൽ സിനിമ, അതിൽ മോശം സീനാണെങ്കിലും അതങ്ങനെ കാണാൻ നമുക്ക് മാറ്റാനുള്ള യാതൊരു നിവൃത്തിയില്ലായിരുന്നു, ചോയ്സ് ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് നമുക്ക് യഥേഷ്ടം നല്ലത് തിരഞ്ഞെടുക്കാനുള്ള സ്മാർട്ട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അക്കാലത്ത് അങ്ങനെ പറഞ്ഞു. അന്നും ഇന്നും ഒരേ നിയമം തന്നെയാണ്. തെറ്റായത് കാണാൻ പാടില്ല എന്നുള്ളത്. മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നും കാണാൻ പാടില്ലെന്ന ഇസ്ലാമിന്റെ നിയമം. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഞങ്ങൾ നിങ്ങളെയൊക്കെ പോലെ ആധുനിക മനുഷ്യരാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഇവരുടെ ഹലാലും ഹറാമും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ സമയം കളയുന്നില്ല. നിങ്ങളെപ്പോലെ ഞങ്ങൾ ആധുനിക മനുഷ്യരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഭാര്യ ഗർഭിണിയാകുമ്പോൾ അതറിയാൻ വേണ്ടി പ്രഗ്നൻസി കാർഡിൽ ഇച്ചിരി മൂത്രം ഇറ്റിക്കുക, എന്നിട്ട് അതുകൊണ്ട് സോഷ്യൽ മീഡിയ കാണിക്കുക, അത് വലിയ സന്തോഷമാകുക, എന്നിട്ട് ഭാര്യനെ ഇങ്ങനെ കൊഞ്ചിക്കുന്നതിൽ സോഷ്യൽ നരകത്തിലൊന്നും പോകില്ല. സംപ്രേഷണം ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതിപ്പോ ഇന്ന് മൊബൈലിൽ കാണിച്ചാലും ഉണ്ടല്ലോ. നമ്മൾ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ണിന് മുമ്പിൽ കാണുന്നുണ്ട്. അതെല്ലാ മുസ്ലിംമാരും പണ്ഡിതന്മാരും എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതാവും നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാകുക, നമുക്ക് ആവശ്യമുള്ളത് നമ്മളും ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യം അത്രേ ഉള്ളൂ. എല്ലാ വിവരങ്ങളും പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ കിട്ടും എന്ന് വെച്ചാൽ അത് മറ്റു പണ്ഡിതന്മാരെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷെമി കാണിച്ചാലും ഷെഫി കാണിച്ചാലും ഏത് മലവരെ കാണിച്ചാലും. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രചരിപ്പിക്കുന്നത്, തിരിച്ച് ഞങ്ങളും റിയാക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ കാര്യവും ചെയ്യും. ശരിയല്ലേ? അപ്പൊ പലരും പലരുടെ അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കും. അതിനൊന്നും ദേഷ്യപ്പെട്ടിട്ടോ റിയാക്ട് ചെയ്തിട്ടോ കാര്യമില്ല. ഇത് ഞങ്ങളെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ നിങ്ങളെ സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ സ്വാതന്ത്ര്യം കാണിച്ചു കൂട്ടും. ഉസ്താദ് പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഇത്രയൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾക്കും വളർന്നു വലുതായിട്ടുള്ള 2 പെൺകുട്ടികളില്ലേ? ആദ്യം കല്യാണം കഴിച്ചതിൽ ആ കുട്ടികൾ ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? അവരും നിങ്ങളെ ഈ കോപ്രായതരങ്ങളൊക്കെ കണ്ടുകൊണ്ടല്ലേ വളർന്നു വരുന്നത്. വളരെ മോശമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ട്. ആളുകളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുന്നു. നിങ്ങൾ ആദ്യമൊക്കെ ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ച് ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു ഇത്തിരി ഓവറാണ് കേട്ടോ, കുറച്ച് ഓവറാവുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഒന്നൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ സമൂഹത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ മാത്രമൊന്നല്ല, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പോലെ കോപ്രായത്തങ്ങനെ കാണിച്ചു കൂട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് വിടുക. തള്ളലും കൊള്ളലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സഹിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ എന്റെ നീരസം പ്രകടിപ്പിച്ചു. ഇനി ആളുകൾക്ക് അഭിപ്രായമുള്ളവരുണ്ടാവാം, ഭിന്നഭിപ്രായമുള്ളവരുണ്ടാവാം. അതെന്നെ സംബന്ധിച്ചോളം എനിക്ക് വിഷയമല്ല. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു, അത്ര തന്നെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് അറിയിക്കുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.